ഹേയ് കുട്ടീസ്, അപ്പോൾ ക്യൂട്ടി ക്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റത്തത് ഒരു ലോങ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, എക്സാക്ട്ലി അത് ഷോർട്ട് വീഡിയോ തന്നെയാണ്. പക്ഷേ ഞാൻ ലോങ് ഫോർമാറ്റിലാണ് കേട്ടോ അത് ഷൂട്ട് ചെയ്തത്. സോ എനിക്കത് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഞാനത് ലോങ് ആയിട്ട് ഇട്ടു. അതാണ് ലോങ് ആയിട്ടും ഷോർട്ടായിട്ടും എല്ലാം എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു വിൻറ്റേജ് ജേർണൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സപ്ലൈസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടാണ്. അതെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കല്യാണ ലെറ്ററിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഡേറ്റ് എല്ലാം കഴിഞ്ഞ് എൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗം ഞാൻ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളതാണ്. ശരിക്കും ഈ വിൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡ് മുതൽ ഒരു ബ്രൗൺ ഷെയ്ഡ് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ വാരിയൻസും ഇൻക്ലൂഡിങ് ഒരു ലൈറ്റ് ഗോൾഡ് ഉൾപ്പെടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വിൻറ്റേജിന് ഒരു മാറ്റ് ഫിനിഷാണ് നല്ലത്. എപ്പോഴും നമ്മൾ ഗ്ലോസി ആയിട്ടുള്ളത് വിൻറ്റേജിന് യൂസ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ കയ്യിൽ മെയിനായിട്ടുള്ളത് ക്രയോൺ ആണ് കേട്ടോ. എനിക്ക് ഈ പെൻസിൽ കൊണ്ട് കളർ ചെയ്യുന്നതിനേക്കാളും ക്രയോൺ കൊണ്ട് കളർ ചെയ്യുന്നതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. എൻ്റെ കയ്യിൽ ക്യാമലിൻ്റെ നല്ല അടിപൊളിയായിട്ട് നല്ല ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകുന്ന ക്രയോൺസ് ഉണ്ട്. പിന്നെ കൂടാതെ ഡോംസിൻ്റെ ക്രയോൺസ് ഉണ്ട്. പിന്നെ പല ഓയിൽ പേസ്റ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. ഈ ക്രയോൺസിൻ്റെ വേരിയൻറ്റിൽ വരുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഈ സ്കെച്ച് പെന്നിനേക്കാളും കൂടുതൽ ഇഷ്ടം ക്രയോൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കൂടുതലും ക്രയോൺ യൂസ് ചെയ്തിട്ടുള്ളത്. സ്കെച്ചും പല ടൈപ്പിലുള്ളതെടുക്കും കേട്ടോ. പല ബ്രൗണും പല ഷെയ്ഡാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്ത് കാണിക്കാത്തതുമായിട്ടുള്ളത് പെയിൻ്റ് ആണ് കേട്ടോ. നമ്മുടെ പെയിൻറ്റ് തന്നെ നിങ്ങൾ ഇപ്പോൾ ബ്രൗണും വൈറ്റും തന്നെ പല രീതിക്ക് എമൗണ്ട്, അതിൻ്റെ ഇപ്പോൾ ബ്രൗണിൻ്റെ എമൗണ്ട് അല്ല വൈറ്റിൻ്റെ എമൗണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പല എമൗണ്ടിലെടുത്താൽ തന്നെ നിങ്ങൾക്ക് പല വേരിയൻ്റ് ഷെയ്ഡിലുള്ള ബ്രൗൺ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വാഷി ടൈപ്പോ പല ഡിസൈൻസോ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി നിങ്ങൾക്ക് പിൻട്രസ്റ്റ് നോക്കാം, ഗൂഗിൾ നോക്കാം, പലരും ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതെല്ലാം നോക്കാം. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്ത് തുടങ്ങാം. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നാലേ നമുക്ക് അതിന് കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. എനിക്കെല്ലാം കിട്ടിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് ആവില്ല. ഷോർട്ടിൽ സംസാരിക്കുന്നതിനേക്കാൾ എനിക്കൊരു സമാധാനം തോന്നുന്നുണ്ട് കേട്ടോ. ഈ ലോങ് വീഡിയോയ്ക്കകത്ത് സംസാരിക്കുമ്പോൾ മനസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലോങ് ഫോർമാറ്റ് വീഡിയോനകത്ത് പറയാൻ പറ്റും. മറ്റേ ഷോർട്ട് ആകുമ്പോൾ അങ്ങനെയല്ല, ഞാൻ ശ്വാസം പിടിച്ചു വെച്ച് കുറേയൊക്കെ പറയും. പിന്നെ ടേക്ക് എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറേയൊക്കെ മിസ്സായിപ്പോവും. അപ്പോൾ ഗീവ് അവേ അനൗൺസ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചേച്ചി വീഡിയോ ചെയ്യോ, ജേർണലിൻ്റെ വീഡിയോ ചെയ്യോ, ജേർണൽ സപ്ലൈസിൻ്റെ വീഡിയോ ചെയ്യോ. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് തീർത്തും ഹോം മെയ്ഡാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് തന്നെ ഇല്ല. ചിലപ്പോൾ ഇതിനകത്ത് ഒരുപാട് അപകടതകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഐഡിയാസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടില്ലേ. അപ്പോൾ പലതരത്തിലുള്ള നമുക്ക് ലീവ്സും അങ്ങനത്തെ പടങ്ങളെല്ലാം നമുക്ക് ഗൂഗിളിലും പിൻട്രസ്റ്റിലും കിട്ടും. അത് നോക്കി വരച്ചെടുക്കുക. ഒരു ബ്ലാക്ക് പെന്ന് നമുക്ക് വിൻറ്റേജിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളത് വാഷി ടേപ്പാണ്. നമ്മുടെ സാധാരണ ഒരു ടേപ്പിൻ്റെ കനത്തിൽ, അതായത് ഒരു വിരലിൻ്റെ കനത്തിൽ ഉള്ള രീതിക്ക്, അല്ല ഒരു 1 സെൻറ്റിമീറ്ററോ 1.5 സെൻറ്റിമീറ്ററോ വീതിയിൽ നമുക്ക് ലോങ് ആയിട്ടുള്ള പേപ്പർ വെട്ടിയെടുത്ത് പല ഡിസൈനിൽ നമുക്ക് വാഷി ടൈപ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു വിൻറ്റേജ് തീം ആയതുകൊണ്ടാണ് ബ്രൗണിൻ്റെ വേരിയൻറ്റും വരുന്നത് കേട്ടോ. ഓൾറെഡി ഞാൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിൻറ്റേജ് തീമിലുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു എസ്തെറ്റിക് സ്റ്റിക്കറിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പലതരത്തിലുള്ള ഫിഗേഴ്സ്, പിന്നെ അടുത്ത വാഷി ടേപ്സ്, പിന്നെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഡ്രൈഡ് ലീവ്സ്, ഡ്രൈഡ് ഫ്ലവേഴ്സ് ഇതെല്ലാം യൂസ് ചെയ്യാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ പച്ച ഇലയും പൂവും ഒക്കെ നമ്മൾ പറിച്ച് വെച്ച് ഏകദേശം ഒരാഴ്ചയോളം തുറക്കാത്തൊരു ബുക്കിനകത്ത് അടച്ച് വയ്ക്കണം കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റിങ്കിൾസും കാര്യങ്ങളൊക്കെ വീണ് നാശമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണക്കി വെച്ചിട്ട് യൂസ് ചെയ്യുന്നതും വിൻറ്റേജിന് നല്ല ഭംഗി തരും. പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്ന കവറുണ്ടല്ലോ, അത് തന്നെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ പല ടെക്സ്റ്റൈൽസിൽ നിന്നും പല കളറിലുള്ള ബ്രൗൺ ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. അത് ഫുള്ളി നമുക്ക് വിൻറ്റേജിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല, അത് വെച്ച് ഒരുപാട് നമുക്ക് ക്രാഫ്റ്റും ചെയ്യാൻ പറ്റും. വിൻറ്റേജ് ക്രാഫ്റ്റുകളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് കുറവുകളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഐഡിയാസ് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മസ്റ്റായിട്ടും എൻ്റെ വീഡിയോസ് ഇനിയും കാണണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഞാൻ ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് താങ്ക് യു. ലവ് യു ഓൾ.